നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗാർഹിക പീഡനമെന്ന അധ്യാപികയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ഉടനടി കേസെടുത്ത് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. ഭർത്താവ് ലഹരി ഉപയോഗിച്ച് തന്നെയും കുടുംബത്തെയും നിരന്തരം ഉപദ്രവിക്കുന്നുവെന്ന അധ്യാപികയായ യുവതിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ഉടനടി നടപടിയെടുത്ത പോലീസ്. റൂറൽ SP M ഹേമലത ഇടപെട്ടാണ് കേസെടുത്ത് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത്. കൊടുവഴങ്ങ സ്വദേശിനിയാണ് ഭർത്താവ് ശാരീരികമായും മാനസികമായും തന്നെ ഉപദ്രവിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടത്. റൂറൽ SPക്ക് ഇമെയിൽ വഴി പരാതി നൽകുകയും ചെയ്തിരുന്നു. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ യുവതി സമീപത്തുള്ള അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം താമസം മാറിയിരുന്നു. എന്നിട്ടും ഭർത്താവ് തന്നെയും കുടുംബത്തെയും ഉപദ്രവിക്കുന്നു എന്നാണ് യുവതിയുടെ പരാതി. ഇന്ധനം നിറച്ചിരുന്ന ടാങ്കറിൽ കണ്ടെയ്നർ ഇടിച്ച അപകടം. വൻ ദുരന്തം ഒഴിവായത് തലനാഴിഴയ്ക്ക്. പൊന്നാനി ചമ്രവട്ടത്താണ് സംഭവം. ഇന്ധനം നിറച്ചിരുന്ന ടാങ്കറിലാണ് കണ്ടെയ്നർ ഇടിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ടാങ്കർ വേർപെട്ടു. തുടർന്ന് ടാങ്കറിൽ നിന്നും ഇന്ധനം ചോർന്ന് റോഡിൽ ഒഴുകി. പൊന്നാനി ഫയർഫോഴ്സ് എത്തിയ അപകട സാഹചര്യം ഒഴിവാക്കി. സമയോചിതമായ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തമാണെന്ന് അധികൃതർ അറിയിച്ചു. പോലീസ് പരിശോധനയ്ക്കിടെ താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിൽ നിന്ന് ചാടിയ MDMA കേസിലെ പ്രതി പിടിയിൽ. തിരൂരങ്ങാടി സ്വദേശി ഷെഫീഖാണ് പിടിയിലായത്. ഇന്ന് രാവിലെ പരിക്കേറ്റ നിലയിൽ നടന്നു പോകുമ്പോൾ നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത്. ഇയാളെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കാറിൽ MDMA കടത്തുകയായിരുന്ന ഷെഫീഖ് പോലീസ് തടഞ്ഞപ്പോൾ ഇന്നലെ ചുരത്തിൽ നിന്നും എടുത്തു ചാടുകയായിരുന്നു. തുടർച്ചയായ 2ാം ദിവസവും ചുഴലിക്കാറ്റ്. മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനുകൾ തകർന്നു. നാദാപുരത്ത് വൻ നാശനഷ്ടം. തുടർച്ചയായി 2ാം ദിവസവും വീശിയടിച്ച ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരത്ത് വൻ നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി ലൈനുകൾ തകർന്നുമാണ് ഏറെ നാശനഷ്ടങ്ങളുണ്ടായത്. നാദാപുരം ടൗണിനോട് ചേർന്ന സംസ്ഥാന പാതയിലേക്ക് മരം കടപുഴകി വീണു. ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ പരിസരത്തായിരുന്നു സംഭവം. ഈ സമയത്ത് റോഡിലൂടെ വാഹനങ്ങൾ കടന്നുപോകാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. നാദാപുരം ആവോലം ചീറോത്തുമുക്കിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. വൈദ്യുതി ലൈൻ പൊട്ടിവീണ് വൈദ്യുതി ബന്ധം തകരാറിലായി. കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിന് സമാനമായ കാറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നും നാശനഷ്ടങ്ങളുണ്ടായത്. ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആലപ്പുഴയിൽ റെയിൽവേ ട്രാക്കിലേക്ക് വീണ മരം നീക്കി. ആലപ്പുഴ മാരാരിക്കുളത്ത് റെയിൽവേ ട്രാക്കിലേക്ക് വീണ മരം നീക്കി. 2 മണിക്കൂറുകൾക്ക് ശേഷം ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. 8 മണിയോട് കൂടിയാണ് ട്രാക്കിലേക്ക് മരം വീണത്. തുടർന്ന് കോഴിക്കോട് ജനശതാബ്ദി ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരുന്നു. കോഴിക്കോട് ജനശതാബ്ദി 1.5 മണിക്കൂർ വൈകിയാണ് ഓടുന്നത്. 8:30 ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോട് ജനശതാബ്ദി എത്തിയത്. ആലപ്പുഴ വഴിയുള്ള എല്ലാ ട്രെയിനുകളും വൈകിയാണ് ഓടുക.